ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീനായ രാവിലെ തന്നെ എത്തിയതാണ് കേട്ടോ. അപ്പം ഇനി ചായയും പലഹാരവും ഒക്കെ തുടങ്ങട്ടെ. ഇപ്പം രാവിലെ ഇന്ന് മഴ പെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇന്നൊരു പാട്ട് പാടാം കേട്ടോ. മമ്മൂക്കേൻ്റെ സിനിമയിലെ ഒരു പാട്ട് പാടാം. താഴ്വാരം മൺപൂവേ തീകായും പെൺപൂവേ മൂടൽ മഞ്ഞുമായി മൂടും തെന്നലായി തേടി നിന്നെ എൻ ആരാമങ്ങളിൽ ഞാൻ ഓരോരോ രാത്രിയും ഓരോരോ മാത്രയും താഴ്വാരം മൺപൂവേ തീകായും പെൺപൂവേ. അപ്പൊ നമ്മുടെ പാട്ട് കഴിഞ്ഞു കേട്ടോ. ഇത്രയൊക്കെ കഴിയുള്ളൂ. കഴിയുന്ന പോലെ പാടിയതാണ്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കണം കേട്ടോ. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ? നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ഫ്രീ ആവണമെങ്കിൽ എന്താ പറയുക, കുറച്ച് പാട്ടൊക്കെ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ്. എന്നാൽ എന്താണെന്ന് പറയുക, നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ നമ്മുടെ ചിന്തയൊക്കെ അത്ര ലോകത്തിലേക്ക് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കുറയും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കുഞ്ഞു കുഞ്ഞ് ഈ മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത്. ആർക്കും ടെൻഷൻ ഇല്ലാത്തല്ല, എല്ലാവർക്കും അവരേണ്ടതായ കാര്യങ്ങളിൽ ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, അത് സാരമില്ല. അതൊക്കെ വരും പോവും, നമ്മൾ പിന്നെയും ജീവിക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ കാര്യങ്ങൾ. അതൊക്കെ സാരമില്ല. ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാരമില്ല എന്ന് കോട്ടയെന്നൊക്കെ വെക്കും. വെച്ചാലും നമ്മൾ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും കേട്ടോ. മനുഷ്യന്മാരല്ലേ, മനുഷ്യരുടെ മനസ്സ് അങ്ങനെയാണ്. ചിന്തകളുടെ ഒരു ലോകം തന്നെയാണ് മനുഷ്യരുടെ മനസ്സ്. എല്ലാവരും ചിന്തിക്കുന്നവരൊന്നും അല്ല കേട്ടോ. കുറച്ച് പേര് മാത്രമേ അത്രയൊക്കെ ചിന്തിക്കുള്ളൂ. ചിലർക്ക് ഒന്നും ഒരു വിഷയമായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. ചിലരെല്ലാം വിഷയമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ജനം പലവിധം അല്ലേ, എന്താ ബഹുജനം പലവിധം എന്നൊക്കെയല്ലേ ചൊല്ലല്ലേ, അതുപോലെ. അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും നമ്മൾ ചിന്തിച്ച് വറീഡാവൊന്നും വേണ്ട. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ വന്നോളും, അല്ലെങ്കിൽ വരും. അങ്ങനെയാണ് ലോകനീതി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുക. തത്വചിന്തയും പറഞ്ഞിരുന്നാൽ വയറ്റിലോട്ടുള്ള കാര്യങ്ങളൊന്നും ആവില്ല. അപ്പം ഞാൻ പാചകത്തിലേക്ക് കിടക്കട്ടെ. രാവിലെ കുറച്ച് നേരത്തൊക്കെ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെയാണ് ഇപ്പോൾ വീഡിയോ 2 ദിവസമായിട്ട് ഈവനിങ്ങിലോ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും രാവിലത്തെ വീഡിയോസ് തന്നെ എടുക്കാം, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ലേറ്റായി അപ്ലോഡ് ചെയ്യാനൊക്കെ ആകുമ്പോഴേക്ക് സമയം ഒരുപാട് ലേറ്റായി പോവുകയാണ്. തിരക്കുകൊണ്ടാണ് കേട്ടോ. ഇത്രയും ഇന്നലെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ലേറ്റായി പോയി. അപ്പോഴേക്ക് നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട്, സാധാരണ ജിയോയ്ക്ക് ഇവിടെ പ്രോബ്ലം ഒന്നും ഉണ്ടാവാറില്ല, എപ്പോഴും നെറ്റ് ശരിക്കും കിട്ടാറുള്ളതാണ്. ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് അപ്ലോഡ് ആവണത്. അങ്ങനെയൊക്കെ റിസ്ക് ചില ദിവസങ്ങളിൽ വന്ന് പെട്ടുപോവുകയാണ്. ഇന്നലെ 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ആയപ്പോഴേക്ക്. എഡിറ്റ് ചെയ്ത് റെഡിയാക്കി ഇട്ടപ്പോഴേക്ക് തന്നെ നേരം 9 മണിയായിട്ടുണ്ട്. പക്ഷേ പിന്നെ അത്രയും സമയം അതിൻ്റെ പ്രോസസ്സിങ് കൊണ്ട് എന്തോ നെറ്റ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ അത് റെഡിയായി കിട്ടിയതേ ഇല്ല. പിന്നെ വെയിറ്റ് ചെയ്ത് അത്ര സമയമായി. അപ്പോഴേക്ക് എനിക്കും മടുപ്പ് പിടിച്ച പോലെയായി. പിന്നെ നമ്മളൊരു ഇതൊരു ജോലി പോലെയല്ല, സ്ഥിരം ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്തല്ലേ പറ്റുള്ളൂ. നെറ്റ് നമ്മളെങ്ങനെയൊക്കെ ചതിക്കുന്നൊന്നും നമ്മൾ ചിലപ്പോൾ വിചാരിക്കണില്ല. ഇവിടെ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവാറില്ല. ജിയോയ്ക്ക് ഫുൾ റേഞ്ചുള്ള സ്ഥലമാണ്. പക്ഷെ ഇന്നലെ എന്തോ അറിയില്ല, അവസാനം കിടക്കാനൊക്കെ ലേറ്റായി പോയി. ഇത് അപ്ലോഡായിട്ട് വേണ്ടേ, മോണിറ്റൈസേഷനും കൂടി ഓൺ ആക്കിയിട്ട് വേണ്ടേ. ചില ദിവസങ്ങൾ നമ്മളെ ഇങ്ങനെയൊക്കെ ഒരു നമ്മൾ അറിയാത്ത ചില സംഭവങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് കയറി വരും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ പുറകെ കുറേ സമയം ഇന്നലെ അങ്ങനെ കിടക്കാനടക്കം ലേറ്റായി പോയി എന്നാണ് പറയണത്. രാവിലെ കുറച്ച് നേരത്തെ എണീക്കും വേണം, കാരണം ഇവിടെ പണി തീർന്നിട്ടില്ലല്ലോ. ഒരു 3-4 ദിവസം കൊണ്ടൊക്കെ തീർന്നുണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണ നിശ്ചയം വരുന്നുണ്ട്. അപ്പോൾ നാളെയല്ല മറ്റന്നാളാണ് കല്യാണ നിശ്ചയം. അപ്പോൾ നാളെ തൊട്ട് തന്നെ ഞങ്ങൾക്ക് ആഘോഷമാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണേട്ടൻ്റെ അനിയത്തിയുടെ മോളുടെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും വേണ്ടതുമാണ്. ഞങ്ങളുടെ സ്വന്തം മോളെ പോലുള്ള കുട്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ നിശ്ചയത്തിൽ പങ്കെടുക്കണം. നാളത്തെ ഈവനിങ് തൊട്ട് തന്നെ നമുക്കവിടെ പരിപാടികളാണ്. ഞാനിപ്പോൾ ഇന്നലെ അവിടെ പോയി വന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വിശേഷം. അപ്പോൾ അതിന് പോകാനുള്ള ബ്ലൗസാണ് ഞാൻ ഇന്നലെ തയ്പ്പിക്കാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ
ആരുടെയെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ ഫാമിലിയിലേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അല്ലേ. പിന്നെ ഈവനിങ് ആയി, വീഡിയോ എടുക്കണതിൻ്റെ ഇടയിലേക്ക് ചിലതൊക്കെ വിട്ടു പോയിട്ടുണ്ടാവും, സോറി കേട്ടോ, സാരല്ലേ. ഏതായാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ അനിയത്തിയുടെ മോളുടെയാണ്, വീണ്ടും വീണ്ടും 2-3 ആവർത്തി ഇപ്പോൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ചായയുടെ പലഹാരം പരിപാടികളൊക്കെ നോക്കട്ടെ. നമുക്ക് ചായ വയ്ക്കാം. പുട്ടാണ് കേട്ടോ പലഹാരം, പുട്ടും ഗ്രീൻ പീസ് കറി, ഗ്രീൻ പീസും പൊട്ടറ്റോ, ഉള്ളി, തക്കാളിയൊക്കെ ചേർത്തിട്ടൊരു മസാലക്കറി, മസാലയല്ല അത് കടലക്കറി പോലെ ഒരു കറി ഉണ്ടാക്കാം, പുട്ടിനുള്ളൊരു കറി. ടേസ്റ്റാണ് കേട്ടോ കറി, ഞാനിതിന് മുന്നേ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചായ വെച്ച് പുട്ടിനെ വെള്ളമൊക്കെ വെച്ച് പൊടിയൊക്കെ നനച്ച് വയ്ക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ നമുക്ക് ചായ വെച്ചിട്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ചായ തിളക്കട്ടെ. എൻ്റെ ബ്രാൻഡ് ഇതാണ് കേട്ടോ, ഷാലിമാർ പുട്ടുപൊടിയാണ് ഇവിടുത്തെ ബ്രാൻഡ്. നല്ല ടേസ്റ്റുള്ളൊരു പുട്ടുപൊടി. പല കമ്പനീൻ്റെ പുട്ടുപൊടികളും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റ് തോന്നിയത് ഷാലിമാറിൻ്റെ പുട്ടാണ്. നല്ല സോഫ്റ്റാണ്, പിന്നെ നനച്ച് കഴിഞ്ഞാൽ നന്നായി പൊങ്ങി വരും. അങ്ങനെ വെള്ളം കൂടിപ്പോയിച്ചിട്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അല്പസമയം വെച്ച് കഴിഞ്ഞാൽ ഏതായാലും അത് റെഡി ആയിട്ട് കിട്ടും, നല്ല പുട്ടായിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് പുട്ട്. അപ്പോൾ ഞാൻ പുട്ടുപൊടി നനച്ച് വെക്കട്ടെ, എന്നിട്ട് ഗ്രീൻ പീസ് കറിയും കൂടെ ഉണ്ടാക്കട്ടെ. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 1-2 ഉരുളക്കിഴങ്ങും ഉള്ളി വലിയ സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടുപൊടി നനച്ചിട്ട് കാണാം. ഉപ്പ് വെള്ളമൊന്നും വേണ്ട കേട്ടോ, ഉപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുമ്പോൾ ചൂടുവെള്ളമൊന്നും വേണ്ട, അത് സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. കുറച്ചധികം വെള്ളം പാർന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇല്ലെങ്കിൽ ഒന്നും കൂടെ വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം പാർന്ന് ഒന്ന് ഇളക്കി വെക്കാറാണ് പതിവ്. പിന്നെ ഒന്ന് നന്നായിട്ട് പിന്നെ ഒന്നുകൂടി കുഴച്ചെടുക്കുമ്പോൾ വെള്ളം വേണമെങ്കിൽ അപ്പം ചേർത്തും കൊടുക്കാം. അങ്ങനെ അപ്പോൾ പിന്നെ ആവട്ടെ. കൈ കഴുകാൻ പോയതാണ്. ഇനി ഞാൻ ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടാക്കട്ടെ. മതി, ഒരു ഉരുളക്കിഴങ്ങും ഒരു സവോളയും മതി. അപ്പം നമുക്ക് ഈ കുക്കറിൽ വേവിച്ചെടുക്കാം. അതൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കുക്കറിൽ റെഡിയാക്കിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, പൊടി ചേർത്ത് കൊടുക്കാം. സ്ട്രോങ് ചായ ഉണ്ടാക്കാം. 4 ഗ്ലാസ് ചായയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കടല വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടില്ല, കഷ്ണമൊക്കെ കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് കൊടുക്കാം. ഒരു 4 വിസിലൊക്കെ വരണം, അപ്പോഴാണ് ഗ്രീൻ പീസ് വേവുള്ളൂ. അപ്പോൾ കറിയും ആവട്ടെ, പുട്ട് വെച്ച് കൊടുക്കാം. പുട്ടുണ്ടാക്കട്ടെ. അപ്പോൾ നമുക്ക് പുട്ട് ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച് കൊടുക്കാം. 2 വേഗമായി പുട്ടാവുമ്പോഴേക്ക് കറി ആയിക്കോളും. അപ്പം ഇനി തേങ്ങ ചുരണ്ടണം. കുറ്റി കഴുകി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചുരണ്ടിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പുട്ട് അടുപ്പത്തായിട്ടുണ്ട്. 2 കുറ്റിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഇനി ഒരു 2-3 കുറ്റിപ്പുട്ടും കൂടി ഉണ്ടാക്കണം. അതിന് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ കടല പോലെ തന്നെ ഈ ഗ്രീൻ പീസ് കൊണ്ട് ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ, കറിയും പുട്ടും ഒക്കെ കാണിക്കാം. ഇനി മോനും ഉണ്ണേണ്ണൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് കൊടുക്കട്ടെ. പിന്നെ ഞാനും കഴിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കണുള്ളൂ. എനിക്കപ്പോഴേക്ക് ചോറ് അടുപ്പത്ത് വയ്ക്കണം. പണിക്കാരുണ്ട്, അവർക്ക് കഞ്ഞിയൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അടുപ്പത്ത് വെച്ച് വന്നിട്ടാണ് ഞാൻ ചായ കഴിക്കുള്ളൂ. അപ്പോൾ ഇനി എൻ്റെ ചായ കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അടുത്ത പാചകത്തിന് വരുമ്പോൾ. അപ്പോൾ പുട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ആവി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അപ്പോൾ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ പുട്ടിന്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടോ. പൊട്ടറ്റോ, സവോളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മതിലിൻ്റെ തേപ്പ് എവിടെ എത്തി എന്നൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3-4 ദിവസം കൊണ്ടൊക്കെ തീരുന്നുണ്ടാവും തേപ്പ് പണി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ എവിടെയാണ് ഇന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളത്. ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ പുറം ഭാഗം മാത്രമേ ഇന്ന് സിമൻറ്റ് തേച്ചിട്ടുള്ളൂ. ഇനി ഈ കമ്പിയുടെ ഇടയും അതിൻ്റെ ടോപ്പൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ ഇന്നിങ്ങനെ ഇതിൻ്റെ പുറം സൈഡ് മാത്രം ഇങ്ങനെ തേച്ച് പോയതാണ്. ഇനി ഇതിൻ്റെ അപ്പുറം സൈഡ് തേക്കാനുണ്ട്. ഇന്ന് 3 പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ഇത്രയും ദൂരം അവർ പണിതു. ഇത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പില്ലറാണ് തേക്കാനുണ്ട്, അതിൻ്റെ പുറം ഭാഗവും തേക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ മുറ്റം വഴി ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ മഴയും കൂടെ കൊണ്ടതുകൊണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അതിന് മുന്നേ ഒരു പ്രാവശ്യം കാണിച്ചിരുന്നു. അന്നത് മൊട്ടായി നിന്നൊരു ചെടിയായിരുന്നു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂവ്. നിറയെ പൂവിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഈ കളറല്ല കേട്ടോ, ഒത്തിരിയും കൂടെ ഡാർക്ക് കളറാണിത്. ഫോണിൽ അങ്ങനെ ലൈറ്റായിട്ടൊക്കെ തോന്നിക്കുന്നുണ്ടാവും. പൂപ്പിച്ചെടിയൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേപ്പിൻ്റെ പണികളൊക്കെ കണ്ടില്ല എല്ലാവരും. ഇതൊക്കെയാണ് നമ്മുടെ ദിവസത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പുറകെയാണ്. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പാചകത്തിനുള്ള സംഭവങ്ങളൊക്കെ നോക്കട്ടെ. ഇന്ന് ഒരു അവിയൽ ഉണ്ടാക്കാം, പിന്നെ ഒരു മോരുകറി ഉണ്ടാക്കാം. പിന്നെ എന്തൊക്കെ കറി വേണം എന്നുള്ളത് ഇതൊക്കെ ആവട്ടെ, അതിന് ശേഷം തീരുമാനിക്കാം. പിന്നെ ഉണക്ക മാന്തൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതും വറുത്തെടുക്കാം. പിന്നെ ചാറ്, പപ്പടം, ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇതിലേറെയൊക്കെ വിഭവങ്ങൾ വേണ്ടി വരും. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞാൻ മോനവിടെ ഷീറ്റ് ഇപ്പോൾ തേച്ചതിൻ്റെ മുകളിലൊക്കെ ഷീറ്റ് ഇടണം. മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒലിച്ചു പോകും. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തു കൊടുക്കാൻ സഹായിക്കാൻ പോകട്ടെ. മഴ വരുന്നതുണ്ട്. അപ്പോൾ വന്നിട്ട് കാണിക്കാം. അപ്പോൾ അവിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മോരുകറി, കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഉലുവയൊക്കെ വറുത്ത് ചേർത്തിട്ടുണ്ട്. അതാണ് വറവ് ചേർത്തത്. അപ്പോൾ ഉണക്കമാന്തൾ വറുത്തതാണ് കേട്ടോ. പിന്നെ മാങ്ങച്ചാറുണ്ട്,
ചമ്മന്തി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ എല്ലാവരും കാണണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവരും ചാനൽ കാണണേ, മറക്കരുത് കേട്ടോ.